സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ശരിക്കും പറഞ്ഞാൽ ഒറ്റനോട്ടത്തിൽ ഒരുമിച്ച് പോകില്ല എന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ്. അതെ, ക്വാണ്ടം ഭൗതികശാസ്ത്രവും ഇസ്ലാമിക തത്വചിന്തയും. ശരിയാണ്. ഒന്ന് ശാസ്ത്രീയമായ പരീക്ഷണങ്ങളെയും ഗണിതത്തെയുമൊക്കെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മറ്റൊന്ന് ദൈവിക വെളിപാടുകളും തത്വചിന്തയും. അതെ, അവയുടെ വഴികൾ വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഈ വിഷയത്തിലെ ഉറവിടങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് വളരെ കൗതുകകരമായി തോന്നി. അതെന്താണ്? യാഥാർത്ഥ്യം എന്താണ് എന്ന അടിസ്ഥാന ചോദ്യമില്ലേ, ആ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ഈ രണ്ട് വഴികളും എത്തിച്ചേരുന്ന ചില നിഗമനങ്ങളിൽ അതിശയിപ്പിക്കുന്ന ചില സാമ്യങ്ങളുണ്ട്. അതെ അതെ, അവിടെയാണ് എനിക്കും കൗതുകം തോന്നിയത്. പിന്നെ ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കണം. എന്തായാലും നമ്മുടെ ഈ ചർച്ചയുടെ ലക്ഷ്യം ശാസ്ത്രം വെച്ച് മതം ശരിയാണെന്ന് തെളിയിക്കാനോ അല്ലെങ്കിൽ തിരിച്ചോ അല്ല. ഒരിക്കലുമല്ല. മറിച്ച് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഉറച്ച ധാരണകളെ ക്വാണ്ടം ഫിസിക്സ് അങ്ങ് പിടിച്ചു കുലുക്കുമ്പോൾ ചില വലിയ ചോദ്യങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായും. ആ ചോദ്യങ്ങളെ ഇസ്ലാമിക തത്വചിന്ത എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ. അതെ, അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതെ. അപ്പൊ നമുക്ക് ആ അടിസ്ഥാന ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? തുടങ്ങാം. നമ്മുടെ ഈ ലോകം അതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള തലത്തിൽ ഉറപ്പില്ലാത്തതും സാധ്യതകൾ നിറഞ്ഞതും ഒരു നിരീക്ഷകന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം ഒരു രൂപം കൈവരിക്കുന്നതുമാണെങ്കിൽ ഈ ചിത്രത്തിൽ ദൈവം എവിടെയാണ് വരുന്നത്? വളരെ വലിയൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കാൻ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിന്റെ ആ ഒരു വിചിത്രമായ ലോകത്ത് നിന്ന് തുടങ്ങാം. ശരി. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചത് ഈ ലോകമുണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണെന്നാണ്. അതെ, ഉറച്ച വസ്തുക്കൾ. മേശ, കസേര എല്ലാം ഉറച്ച യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് അതല്ല, അല്ലേ? അല്ല. ക്വാണ്ടം തലത്തിലേക്ക് പോകുന്തോറും കാര്യങ്ങളാകെ കുഴയും. അതെങ്ങനെയാണ്? അവിടെ ഒരു ഇലക്ട്രോൺ പോലുള്ള ഒരു കണം, അത് ഒരേ സമയം ഒരിടത്തല്ല, പിന്നെ മറിച്ച് സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും ഒരു സാധ്യതയുടെ മേഘം പോലെയാണ് നിലനിൽക്കുന്നത്. ഇതിനെയാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിനെ നോക്കുന്നതുവരെ അതിനൊരു കൃത്യമായ സ്ഥാനമില്ല. സ്ഥാനമേയില്ല. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ ഏറ്റവും പ്രയാസമുള്ളൊരാശയം. നമ്മൾ നോക്കുമ്പോൾ മാത്രം ഒരു സ്ഥാനമുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്തതിന്റെ അർത്ഥം? നമ്മുടെ നോട്ടം കൊണ്ടാണോ ആ വസ്തു അവിടെ ഉണ്ടാകുന്നത്? ആ ചോദ്യമാണ് ഷ്രോഡിംഗറുടെ പൂച്ചയെക്കുറിച്ചുള്ള ചിന്താപരീക്ഷണവും മുന്നോട്ട് വയ്ക്കുന്നത്. അതെ, ആ പെട്ടിക്കുള്ളിലെ പൂച്ച ഒരേ സമയം ജീവിച്ചും മരിച്ചും ഇരിക്കുന്ന ഒരവസ്ഥ. വിചിത്രമാണത്. കൃത്യമായി ആ ചിന്താപരീക്ഷണം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്വാണ്ടം ലോകത്തെ നിയമങ്ങൾ നമ്മുടെ ഈ സാധാരണ ലോകത്ത് പ്രയോഗിച്ചാൽ അതെത്രമാത്രം യുക്തിക്ക് നിരക്കാത്തതായിരിക്കുമെന്നാണ്. നമ്മുടെ കോമൺ സെൻസിനെ അത് ചോദ്യം ചെയ്യും. അതെ, ഭൗതിക യാഥാർത്ഥ്യമെന്നത് നമ്മൾ കാണാത്തപ്പോഴും അവിടെ ഉറച്ചു നിൽക്കുന്ന സ്വതന്ത്രമായ ഒന്നാണെന്ന നമ്മുടെ ധാരണയാണത് തകർക്കുന്നത്. ഓക്കേ, ഇവിടെയാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിനൊരു പ്രസക്തി വരുന്നത്. കാരണം എന്താണ്? പ്രപഞ്ചം സ്വയം നിലനിൽക്കുന്ന ഒരു സ്വതന്ത്രമായ ഒന്നാണെന്ന ആശയം അത് ഇസ്ലാമിക തത്വചിന്തയ്ക്ക് പണ്ടേ അന്യമായിരുന്നു. അതൊന്ന് വിശദീകരിക്കാമോ? ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പ്രപഞ്ചം അത് ഓരോ നിമിഷവും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അല്ലാതെ സ്വന്തമായി നിലനിൽക്കുന്നില്ല. ഇല്ല, അതിന് സ്വന്തമായി നിലനിൽപ്പില്ല. ഖുറാനിലെ ഒരു വചനം അത് വ്യക്തമാക്കുന്നുണ്ട്. അല്ലാഹു ആണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, എന്നിട്ട് ഉപജീവനം നൽകുന്നവൻ, പിന്നീട് മരിപ്പിക്കുന്നവൻ, പിന്നീട് ജീവൻ നൽകുന്നവൻ. ഇതൊരു ഒറ്റത്തവണ പ്രവൃത്തിയെക്കുറിച്ചല്ല പറയുന്നത്, അല്ലേ? അല്ല, ഇതൊരു തുടർ പ്രക്രിയയാണ്. ഓരോ നിമിഷവും നിലനിൽപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചാണ്. എനിക്കൊരു ഉദാഹരണം ഓർമ്മ വരുന്നു. ഒരു ഘടികാരം പോലെ. ഒരാൾ അതിനെ കീ കൊടുത്തു വിട്ടാൽ അത് തനിയെ കറങ്ങിക്കോളൂന്നല്ല. അല്ല, മറിച്ച് ഓരോ സെക്കൻഡിലും ആരോ അതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണോ? വളരെ നല്ലൊരു താരതമ്യമാണത്. ഖുരാനിലെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, എല്ലാ ദിവസവും അവൻ ഓരോ കാര്യത്തിൽ വ്യാപൃതനാകുന്നു എന്ന്. അതിന്റെ അർത്ഥം? സൃഷ്ടിപ്പ് പണ്ടെപ്പോഴോ നടന്നു തീർന്ന ഒന്നല്ല. അത് ഈ നിമിഷവും സജീവമായി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രക്രിയയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം ഉറച്ചതല്ല, മറിച്ച് ഓരോ നിമിഷവും അതിനെ നിലനിർത്തണം എന്ന ക്വാണ്ടം ഫിസിക്സിന്റെ കണ്ടെത്തൽ. അത് ഈ കാഴ്ചപ്പാടിൽ അത്ര ഞെട്ടിക്കുന്ന ഒന്നല്ല. അല്ല. ഓക്കെ, ഇത് കാര്യങ്ങളെ ഒരു പുതിയ രീതിയിൽ കാണാൻ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ സൂപ്പർ പൊസിഷൻ എന്ന ആശയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ശരി. ഒരു കണം ഒരേ സമയം പല സാധ്യതകളായി നിലനിൽക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ മാത്രം അത് ഒരൊറ്റ അവസ്ഥയിലേക്ക് മാറുന്നു, അതായത് കൊലാപ്സ് ചെയ്യുന്നു. അതെ.
എന്നാൽ ഇസ്ലാമിക തത്വചിന്ത പറയുന്നത് ദൈവം എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്, ഖദറുണ്ട് എന്ന്. ഇത് രണ്ടും നേർവിപരീതമായിട്ടല്ലേ തോന്നുന്നത്? അതെ, ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നും. ഒന്നിൽ അനന്തമായ സാധ്യതകൾ, മറ്റൊന്നിൽ ഒരൊറ്റ തീരുമാനം. ഈ വൈരുദ്ധ്യം എങ്ങനെ പരിഹരിക്കാമെന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇതിന്റെ ഉത്തരം ആരുടെ കാഴ്ചപ്പാടിൽ എന്ന ചോദ്യത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ്? ക്വാണ്ടം മെക്കാനിക്സ് വിവരിക്കുന്നത് നമ്മുടെ, അതായത് മനുഷ്യന്റെ കാഴ്ചപ്പാടാണ്. നമുക്കാണ് ഉറപ്പില്ലാത്തത്. അതെ, നമുക്കാണ് ഒരു ഇലക്ട്രോൺ എവിടെയാണെന്ന് ഉറപ്പില്ലാത്തത്. നമുക്കാണ് ഈ പല സാധ്യതകളും കാണാൻ കഴിയുന്നത്. ഓക്കെ. എന്നാൽ ഇസ്ലാമിക ദൈവശാസ്ത്രം അനുസരിച്ച് ദൈവത്തിനൊരു അനിശ്ചിതത്വവുമില്ല. ഒരു സംശയവുമില്ല. ഖുർആൻ പറയുന്നത് ഓർക്കുക, അവനൊരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് ഉണ്ടാകുക എന്ന് പറയുകയേ വേണ്ടൂ, അപ്പോൾ അതുണ്ടാകുന്നു. അപ്പോ ഈ പറയുന്ന സാധ്യതകൾ, അഥവാ സൂപ്പർപൊസിഷൻ, അത് ദൈവത്തിന്റെ അനിശ്ചിതത്വമല്ല, പിന്നെ മറിച്ച് ദൈവത്തിന്റെ തീരുമാനത്തെക്കുറിച്ചുള്ള നമ്മുടെ അജ്ഞതയാണ്. ഒരു മിനിറ്റ്, അതായത് ആ ഇലക്ട്രോൺ ഒരേ സമയം പലയിടത്തുമല്ല. അല്ല, അതിന് കൃത്യമായ ഒരു സ്ഥാനമുണ്ട്, പക്ഷേ അതെവിടെയാണെന്ന് നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കുമ്പോഴാണ് കൊളാപ്സ് സംഭവിക്കുന്നത് എന്നാണോ? ഏതാണ്ടതെ. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണത്? ആ സ്ഥാനം നമ്മൾ അളക്കുന്നതിനു മുൻപ് ഒരു ഭൗതിക യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അത് ദൈവികമായ അറിവിൽ, ഡിവൈൻ നോളജിൽ കൃത്യമായി നിർണയിക്കപ്പെട്ട ഒന്നാണ്. ഓക്കെ. അപ്പോൾ ഈ സാധ്യതകളെല്ലാം ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്ന ഒരൊറ്റ യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴികളാണ്. ഏതു വഴിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നമുക്കറിയില്ല. പക്ഷെ ദൈവത്തിനറിയാം. ഇത് നിരീക്ഷകന്റെ പങ്കിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുയർത്തുന്നുണ്ട്. എന്താണത്? ഭൗതികശാസ്ത്രം പറയുന്നത് നിരീക്ഷണം നടക്കുമ്പോഴാണ് ഈ സാധ്യതകളൊക്കെ ഒതുങ്ങി ഒരു യാഥാർത്ഥ്യമായി മാറുന്നത് എന്നാണ്. അതെ. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ മനുഷ്യനുണ്ടാകുന്നതിനു മുമ്പ് ആരാണ് നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്? വളരെ പ്രസക്തമായ ചോദ്യം. ഈ പ്രപഞ്ചം ആരുടെ നിരീക്ഷണത്തിലാണ് ഒരു യാഥാർത്ഥ്യമായി ഉറച്ചുനിന്നത്? ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഉത്തരം വളരെ ലളിതമാണ്. എന്താണത്? പ്രപഞ്ചത്തിലെ ഒരൊറ്റ അണുവും ഒരിക്കലും നിരീക്ഷിക്കപ്പെടാതെ പോകുന്നില്ല. ഒരിക്കലും. ഖുർആൻ പറയുന്നു, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരു അണുവിന്റെ തൂക്കം പോലും അവന്റെ അറിവിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അതായത് യാഥാർത്ഥ്യം എല്ലായ്പ്പോഴും ദൈവത്താൽ നിരീക്ഷിക്കപ്പെടുന്നു, അറിയപ്പെടുന്നു, നിലനിർത്തപ്പെടുന്നു. അപ്പോൾ നമ്മൾ ലാബിലൊരു പരീക്ഷണം നടത്തുമ്പോൾ നമ്മളൊരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല. നമ്മുടെ നിരീക്ഷണമല്ലേ ആ കണികയെ ഒരു സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത്? ഈ കാഴ്ചപ്പാടനുസരിച്ച് അല്ല, നമ്മളൊരു യാഥാർത്ഥ്യം സൃഷ്ടിക്കുകയല്ല. പിന്നെന്താണ് ചെയ്യുന്നത്? മറിച്ച് ഇതിനകം നിലവിലുള്ള, എന്നാൽ നമുക്ക് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവീക തീരുമാനം, അത് കണ്ടെത്തുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു രഹസ്യത്തിന്റെ ചുരുളഴിക്കുകയാണ്. ഒരു പുതിയ കഥ എഴുതുകയല്ല. അല്ല, നമ്മുടെ അളവുകൾ ആ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഉപകരണം മാത്രം. ഓക്കെ, ഈ ആശയം വെച്ച് നമുക്ക് ഷ്രോഡിംഗറുടെ ആ പാവം പൂച്ചയുടെ അടുത്തേക്ക് തിരിച്ചു പോകാം. അപ്പോ ആ പെട്ടിക്കുള്ളിൽ നമ്മൾ തുറന്നു നോക്കുന്നതിന് മുമ്പ് പൂച്ച ഒരേ സമയം ജീവിച്ചിരിക്കുകയും മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണോ? ഈ പുതിയ കാഴ്ചപ്പാടിൽ അല്ല. അല്ലേ? അല്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആ പൂച്ച ഒരേ സമയം രണ്ടവസ്ഥകളിലുമല്ല. അതിന് കൃത്യമായ ഒരൊറ്റ അവസ്ഥയേ ഉള്ളൂ. ഒന്നുകിൽ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മരിച്ചിരിക്കുന്നു. ആ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് പൂർണ്ണമായി അറിയാം. അപ്പോൾ ആ പെട്ടി എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ആ സൂപ്പർപോസിഷൻ എന്ന ആശയം എവിടെ പോയി? ആ പെട്ടി പ്രതിനിധീകരിക്കുന്നത് യാഥാർത്ഥ്യത്തിന്റെ ഇരട്ട അവസ്ഥയെ അല്ല, പിന്നെ മറിച്ച് നമ്മുടെ അജ്ഞതയെയാണ്. നമ്മുടെ അറിവില്ലായ്മയെ. അതെ, പൂച്ചയുടെ അവസ്ഥ നമുക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നാണ്. ഇസ്ലാമിക പദാവലിയിൽ ഇതിനെ ഗൈബ് എന്നു പറയും, അദൃശ്യജ്ഞാനം. ഖുറാനിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? ഉണ്ട്. അവന്റെ പക്കലാണ് അദൃശ്യകാര്യങ്ങളുടെ താക്കോലുകൾ. അവനല്ലാതെ അതറിയുകയില്ല എന്നു പറയുന്നു. അപ്പോൾ നമ്മൾ ആ പെട്ടി തുറക്കുന്നത് ഒരു പുതിയ യാഥാർത്ഥ്യം ഉണ്ടാക്കാനല്ല. അല്ല, നമുക്ക് മറഞ്ഞിരിക്കുന്നതും എന്നാൽ ദൈവത്തിന് ഇതിനകം അറിയാവുന്നതുമായ ഒന്നിനെ കണ്ടെത്താൻ മാത്രം. ഇത് മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. പക്ഷേ മറ്റൊരു സംശയം. എന്താണ്? ക്വാണ്ടം മെക്കാനിക്സിൽ ഫലങ്ങൾ തികച്ചും ക്രമരഹിതമായ സംഭാവ്യതയെ, അതായത് പ്രോബബിലിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ശരിയാണ്. ഒരു ഇലക്ട്രോൺ എവിടെ പ്രത്യക്ഷപ്പെടുമെന്ന് നമുക്ക് 100% ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഇതൊരു തരം കോസ്മിക് ലോട്ടറി പോലെയാണ്. ഇത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഖദർ എന്ന ആശയവുമായി എങ്ങനെ യോജിച്ചു പോകും? ശരിയാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ക്രമമില്ലായ്മയാണ്.
സാധ്യതകളാണ്. അതെ. എന്നാൽ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ യഥാർത്ഥത്തിൽ ക്രമമില്ലായ്മ എന്നൊന്നുമില്ല. ഇല്ലേ? ഖുർആൻ പറയുന്നു, തീർച്ചയായും എല്ലാ കാര്യങ്ങളെയും നാം ഒരു നിശ്ചിത അളവനുസരിച്ചാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനർത്ഥം നമ്മൾ കാണുന്ന ഈ സംഭാവ്യത യഥാർത്ഥ ക്രമമില്ലായ്മയല്ല, മറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ര സങ്കീർണമായ ഒരു ദൈവികമായ ക്രമമാണ്. അതായത് ഒരു നാണയം ടോസ് ചെയ്യുമ്പോൾ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വരാനുള്ള സാധ്യത 50-50 ആണെന്ന് നമ്മൾ പറയും. അതെ. പക്ഷേ ആ നാണയം കറങ്ങുന്ന വേഗത, കാറ്റിന്റെ ഗതി, അങ്ങനെ എല്ലാ ഘടകങ്ങളും നമുക്കറിയാമെങ്കിൽ ഫലം എന്തായിരിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയും. അതുപോലെയാണോ ഇതും? അതൊരു നല്ല ഉദാഹരണമാണ്. ഖദർ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് അതുപോലെയാണ്. നമ്മൾ അനിശ്ചിതത്വം അനുഭവിക്കുന്നു. കാരണം നമുക്ക് എല്ലാ വിവരങ്ങളും ലഭ്യമല്ല. എന്നാൽ എല്ലാ വിവരങ്ങളും അറിയാവുന്ന ദൈവത്തിന് പൂർണ്ണമായ ഉറപ്പുണ്ട്. അപ്പോൾ ഈ ക്രമമില്ലായ്മ ഒരു വലിയ ചിത്രത്തിന്റെ ഭാഗം മാത്രമാണോ? അതെ, ആ ചിത്രം മുഴുവനായി കാണാൻ നമുക്ക് കഴിവില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. എന്താണത്? നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, ഈ കാണുന്ന യാഥാർത്ഥ്യം, ഇതൊരു മിഥ്യയാണോ? ഒരുതരം സ്വപ്നം പോലെയാണോ ഇതെല്ലാം? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇവിടെ വളരെ സൂക്ഷ്മമായ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. എന്താണത്? ഇസ്ലാം യാഥാർത്ഥ്യം വ്യാജമാണ്, അതായത് ഫേക്കാണ് എന്ന് പറയുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്? മറിച്ച് അത് താൽക്കാലികവും മറ്റൊന്നിനെ ആശ്രയിച്ചു നിൽക്കുന്നതും ആത്യന്തികമല്ലാത്തതുമാണ് എന്ന് പറയുന്നു. പക്ഷേ ഖുർആനിൽ ഈ ലോകജീവിതം വഞ്ചനയുടെ ഒരു വിഭവം മാത്രമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. വഞ്ചന എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ ലോകം മുഴുവൻ ഒരു കള്ളമാണെന്നല്ലേ തോന്നുക? അതൊരു നല്ല പോയിന്റാണ്. ഒരുപക്ഷേ വഞ്ചന എന്നതിനേക്കാൾ ഇവിടെ യോജിക്കുന്ന വാക്കുകൾ സ്ഥിരമല്ലാത്തത് അല്ലെങ്കിൽ ആത്യന്തികമല്ലാത്തത് എന്നൊക്കെയായിരിക്കും. ഒരു ഉദാഹരണം പറയാമോ? നിങ്ങളൊരു സിനിമ കാണുന്നു എന്ന് കരുതുക. അതിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും ആ സിനിമയുടെ ലോകത്ത് യഥാർത്ഥമാണ്. നിങ്ങൾ അതിൽ മുഴുകുന്നു, സന്തോഷിക്കുന്നു, ദുഃഖിക്കുന്നു. ശരിയാണ്. പക്ഷേ സിനിമ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ആത്യന്തികമായ സത്യമല്ലെന്ന്. അതുപോലെ ഈ ലോകം നമ്മുടെ അനുഭവങ്ങൾക്ക് യാഥാർത്ഥ്യമാണ്. അതെ. പക്ഷേ ഇതിനപ്പുറം കൂടുതൽ യഥാർത്ഥവും ശാശ്വതവുമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ വഞ്ചന എന്ന് പറയുന്നത് ഈ താൽക്കാലികമായ ലോകമാണ് എല്ലാമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതിനെയാണ്. ഓക്കെ. അപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ശാസ്ത്രം ഒരു യന്ത്രത്തിന്റെ ഗിയറുകളും ലിവറുകളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിച്ചു തരുന്നു. പക്ഷെ എന്തിനാണ് ആ യന്ത്രം അവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണത് ഓൺ ചെയ്തത് എന്ന് ശാസ്ത്രം പറയുന്നില്ല. അതാണോ ഇവിടെ ഇസ്ലാമിക തത്വചിന്തയുടെ പ്രസക്തി? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ക്വാണ്ടം മെക്കാനിക്സ് ഭൗതികവാദത്തെയാണ് തകർക്കുന്നത്. ദ്രവ്യം അഥവാ മാറ്ററാണ് അടിസ്ഥാനപരമായ സ്വയം നിലനിൽക്കുന്ന യാഥാർത്ഥ്യമെന്ന ചിന്തയെയാണ് അത് ചോദ്യം ചെയ്യുന്നത്. അത് എങ്ങനെ എന്ന് പറയുന്നു? അതെ, അത് എങ്ങനെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് വിവരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇസ്ലാം എന്തുകൊണ്ട് ഇതെല്ലാം നിലനിൽക്കുന്നു, എന്താണിതിന്റെയെല്ലാം ഉറവിടം എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് തുടക്കത്തിലെ ചോദ്യത്തിലേക്ക് മടങ്ങിവരാം. ഈ ചിത്രത്തിൽ ദൈവം എവിടെയാണ് വരുന്നത്? ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമാകുന്നതുപോലെ ദൈവം ഈ സിസ്റ്റത്തിനുള്ളിലുള്ള ഒരു കണികയോ സമയബന്ധിതനായ ഒരു നിരീക്ഷകനോ അല്ല. പിന്നെ ആരാണ്? മറിച്ച് ഈ സാധ്യതകൾക്കെല്ലാം നിലനിൽപ്പ് നൽകുന്ന, എല്ലാ ഫലങ്ങളും മുൻകൂട്ടി അറിയുന്ന, ഏതാണ് സംഭവിക്കേണ്ടതെന്ന് തിരഞ്ഞെടുക്കുന്ന, ഈ മുഴുവൻ യാഥാർത്ഥ്യത്തിന്റെയും അടിസ്ഥാനമാണ് ദൈവം. ഖുറാനിൽ ഇതിനെക്കുറിച്ച് വളരെ പ്രശസ്തമായൊരു വചനമുണ്ട്. അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു. ഇവിടെ പ്രകാശമെന്നത് നമ്മൾ കാണുന്ന വെളിച്ചമല്ലായിരിക്കുമല്ലോ. അല്ല. ഊർജമോ കണികകളോ അല്ല. പിന്നെ? മറിച്ച് അസ്തിത്വം, എക്സിസ്റ്റൻസ്. അതുതന്നെയാണ് ആ പ്രകാശം. എല്ലാത്തിനും നിലനിൽപ്പ് നൽകുന്ന ഉറവിടം. ആ പ്രകാശമില്ലെങ്കിൽ മറ്റൊന്നുമില്ല. അപ്പോൾ ക്വാണ്ടം ഫിസിക്സ് നമ്മളെ ഭൗതികമായ ഉറപ്പുകളിൽ നിന്ന് അടർത്തിമാറ്റുമ്പോൾ ഇസ്ലാമിക തത്വചിന്ത ആത്യന്തികമായ ഒരൊറ്റ ഉറവിടത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ചർച്ചയുടെ അവസാനം നിങ്ങളൊരു ഭൗതിക ശാസ്ത്രജ്ഞനാകണമെന്നോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ ഖുറാനിൽ കണ്ടെത്തണമെന്നോ അല്ലല്ലോ ലക്ഷ്യം? തീർച്ചയായുമല്ല. ഇതിന്റെയെല്ലാം യഥാർത്ഥ ലക്ഷ്യം ഒരു മനോഭാവത്തിലുള്ള മാറ്റമാണ്. അതെങ്ങനെയാണ്? ഭൗതിക ലോകത്തിലുള്ള നമ്മുടെ അമിതമായ ഉറപ്പിനെയും ഒരു തരം അഹങ്കാരത്തെയും ക്വാണ്ടം ഭൗതികശാസ്ത്രം പിടിച്ചുകുലുക്കുന്നു. എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന ധാരണയെ അത് തകർക്കുന്നു.
അതെ, എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുമുള്ള ധാരണയെ അത് തകർക്കുന്നു. അതായത് ഒരു എളിമ പഠിപ്പിക്കുന്നു. കൃത്യമായി. ആ ഭൗതികമായ അനിശ്ചിതത്വം ഒരുപക്ഷേ ആത്യന്തികമായ ഭൗതികമല്ലാത്ത ഒന്നിനെക്കുറിച്ചുള്ള ഉറപ്പിലേക്ക് ഹൃദയത്തെ തിരികെ കൊണ്ടുവന്നേക്കാം. ഭൗതികമായ ഒന്നിലും പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ്. അതെ, ആ തിരിച്ചറിവ് ശാശ്വതമായ ഒന്നിനെ തേടാൻ നമ്മെ പ്രേരിപ്പിച്ചേക്കാം. നിങ്ങൾക്കായി ഒരു ചിന്ത ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശരി. ഭൗതിക ലോകം ഇത്രയധികം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണെങ്കിൽ നമ്മുടെ യഥാർത്ഥ ഉറപ്പും പ്രതീക്ഷയും എന്തിലാണ് നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്? ഖുർആനിലെ ഒരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ഏതാണ്? ഫഅൈന തദ്ഹബൂൻ? അപ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അതെ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഈ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ചർച്ച നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു.